അത് തന്നെയാ വഴി. ഒരു അത്യാവശ്യത്തിന് വിളിച്ച ഫോണും കൊടുക്കൂല അമ്മ. എന്താടി മോളെ, എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? അമ്മയ്ക്ക് കുഴപ്പമുണ്ടാവുന്നതിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. നല്ലത് സംഭവിക്കുന്നൊന്ന് ചിന്തിച്ചൂടെ? നീ കാണിച്ചു കൂട്ടുന്ന ഓരോ പരിപാടികൾ വെച്ച് നോക്കിയാ നല്ലത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലും മണ്ടത്തരമായി പോവും. ഓ, കരുനാക്കടുത്ത് വളച്ചോളും. ഞാൻ പറയുന്ന അമ്മയ്ക്കൊന്ന് കേൾക്കാൻ പറ്റുമോ? നീ ഇപ്പൊ എന്തിനാ വിളിച്ചേ അത് പറ. ആ, അതെ, നാളെ രാവിലെ ഒരു 9 മണിയാവുമ്പോ അമ്മ ഈശ്വരമംഗലം വരെ ഒന്ന് വന്നേക്കണം. അതെന്തിന്? എന്നെയും കൂടി വിളിച്ച് സാക്ഷിയായി നിർത്തി നീ പ്രഗ്നന്റ് അല്ലാന്ന സത്യം എല്ലാവരെയും അറിയിക്കാനാണോ? ദേ പെണ്ണെ, ഞാനെങ്ങും വരില്ല. എനിക്ക് വയ്യ അവിടെ കിടന്ന് അടിയൊള്ളാൻ. കിട്ടുന്നതേ നീ തനിച്ചങ്ങ് വാങ്ങിക്കൂട്ടിക്കോ. എന്റെ പൊന്നമ്മ, അടിയൊന്നും കൊള്ളൂല. തൽക്കാലം അമ്മയ്ക്കൊന്ന് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? അത് മാത്രം പറഞ്ഞാ മതി. നാളെ 9 മണിക്ക് ഞാൻ ഈശ്വരമംഗലത്ത് വരണോ? വന്നിട്ട് എന്ത് ചെയ്യാനാ? അമ്മ ഗേറ്റിലെത്തുമ്പോ എന്നെ ഒന്ന് വിളിക്കണം. എത്തിയെന്നൊരു അറിയിപ്പ് എനിക്ക് തരണം. അറിയിപ്പ് തന്നിട്ട് പിന്നെന്ത് ചെയ്യണം? നേരെ ഹാളിലേക്ക് കയറി വരണം. അവിടെ പാർവതി എന്റെ വസുന്ധര എന്റെ ഒക്കെ ഇരിപ്പുണ്ടാവും. അവരോടൊക്കെ എന്തെങ്കിലുമൊക്കെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ അങ്ങനെ ഇരിക്കണം. അപ്പൊ നീയോ? നീ എവിടെ പോവും? എന്റെ പൊന്നമ്മ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്നെ അന്വേഷിച്ച് മുറിയിലോട്ടൊന്നും വന്നേക്കരുതെന്നൊരു സൂചന നൽകിയതാ. താഴെ ഹാളിൽ തന്നെ വർത്താനൊക്കെ പറഞ്ഞങ്ങ് ഇരുന്നാ മതി. ആ, വർത്താനം പറഞ്ഞിരിക്കാം. എന്നിട്ട് വർത്താനം പറഞ്ഞിരിക്കുമ്പോ അവിടെ ഒരു സംഭവം നടക്കും. സംഭവം നടക്കുന്നു? എന്ത് സംഭവം? അതൊക്കെ അമ്മ അപ്പ അറിഞ്ഞാ മതി. എടി, അപ്പൊ അറിയാന്ന് വെച്ചാ എനിക്കും എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? എടി, ഒത്തുപിടിച്ച് നിക്കണ്ടേ? അതിനല്ലേ ഞാൻ ചോദിക്കുന്നേ. എന്താ നീ അവിടെ കാണിക്കാൻ പോകുന്നെന്ന് പറ. അമ്മ ഇപ്പൊ പറഞ്ഞ വാക്കില്ലേ, ഒത്തുപിടിച്ച് നിൽക്കുക. അത് മനോധർമ്മം പോലെ അങ്ങ് അഭിനയിക്കുക. എടി, എന്നാലും ഇതെന്തോ തീക്കളിയാന്ന് തോന്നുന്നു. എനിക്ക് പേടിയാവാട്ടോ. അമ്മേ, പ്രണവ് വന്നെന്ന് തോന്നുന്നു. ഞാൻ വയ്ക്കുകയാണേ. അപ്പൊ നാളെ രാവിലെ 9 മണി മറക്കണ്ട. ശരി, അപ്പൊ ഗുഡ് നൈറ്റ്.